വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ അടിമാലി മൂന്നാർ മറയൂർ കോവിലൂർ മേഖലകളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സർവീസുകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന പരാതിയുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്ത്. അടിമാലി മുതൽ പാതയോരത്തെ അനധികൃത പാർക്കിങ്ങിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് സമയകൃത്യത പാലിച്ച് റൂട്ടുകളിൽ ഓടിയെത്താൻ കഴിയാത്ത സ്ഥിതിയെന്നാണ് പരാതി. പഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത 85-ലടക്കം വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗതാഗതക്കുരുക്ക് മൂലം അടിമാലി മൂന്നാർ മറയൂർ കോവിലൂർ മേഖലകളിലേക്ക് നടന്നുവരുന്ന സ്വകാര്യ ബസ് സർവീസുകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന പരാതിയുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുള്ളത്. അടിമാലി മുതൽ പാതയോരത്തെ അനധികൃത പാർക്കിങ്ങിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് സമയകൃത്യത പാലിച്ച് റൂട്ടുകളിൽ ഓടിയെത്താൻ കഴിയാത്ത സ്ഥിതിയെന്നാണ് പരാതി. കുരുക്ക് മൂലം പാതി വഴിയിൽ ബസ്സുകൾ ട്രിപ്പുകൾ അവസാനിപ്പിക്കേണ്ടി വരികയാണെന്നും ഇതേ തുടർന്ന് ബസ് സർവീസുകൾ ഭാരിച്ച നഷ്ടത്തിലാകുന്നുവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇരുട്ടുകാലം മുതൽ 2 മൈൽ വരെയുള്ള ആനച്ചാൽ റൂട്ടിലും ആനച്ചാൽ ടൗൺ ഉൾപ്പെടെ ഉള്ള ആ റൂട്ടിൽ ഒരു കാരണവശാലും വണ്ടി മണിക്കൂറുകളാണ് ബ്ലോക്കിൽ വരുന്നത്. ആ ബ്ലോക്ക് എന്ന് പറയുന്നത് മനഃപൂർവ്വം വരുത്തി തീർക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളാണ്. ആനച്ചാൽ ടൗണിലെ സ്ഥിതി അതിലും ഉപരിയാണ്. കാരണം ടൗണിൽ ബസ് സ്റ്റോപ്പുണ്ട്, നേരത്തെ ബസ് സ്റ്റോപ്പ് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്റ്റോപ്പുകളുണ്ട്. അവിടെയൊന്നും വണ്ടി നിർത്താൻ പറ്റില്ല, വണ്ടി നിർത്താനുള്ള സാഹചര്യമില്ല. അവിടെയെല്ലാം വണ്ടിയാണ്, 2 നിലയിലും വണ്ടികളാണ്. അപ്പോൾ ബസ് പോയിട്ട് കിട്ടുന്ന സ്ഥലത്ത് റോഡിൻ്റെ നടുക്ക് നിർത്താനേ സാധിക്കുമോ? നടുക്ക് നിർത്തും. വിദ്യാർത്ഥികളൊക്കെ വണ്ടിയിൽ നിന്ന് ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോണേന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. നമ്മൾ ജീവനക്കാരും നമ്മൾ കണ്ടാൽ നമുക്ക് പേടിയാവും. അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തും വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന 2 കൂടി ബോർഡറാണ് ഈ ആനച്ചാൽ ടൗൺ എന്ന് പറയുന്നത്. മൂന്നാർ, കോവിലൂർ, മാട്ടുപ്പെട്ടി, കാന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ സ്പൈസസ് ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പാതയോരം കൈയടക്കിയുള്ള അനധികൃത പാർക്കിങ്ങിനെ തുടർന്ന് പെർമിറ്റിൽ അനുവദിച്ചു നൽകിയിട്ടുള്ള സമയത്ത് ബസ്സുകൾ കൂടിയെത്താൻ കഴിയുന്നില്ല. അവിടെ കടകൾ ചെയ്യുന്ന ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാതെ ഈ റോഡ് സൈഡിൽ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുവാനുണ്ട്. അവരതിനുള്ള ഒത്താശ ചെയ്ത് കൊടുക്കും. അവർ 3-4 പേരെ അവിടെ റോഡ് സൈഡിൽ നിർത്തിയേക്കുവാണ് വണ്ടി പാർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ബസ് പോകുമ്പോൾ ഒരു തട്ടോ മുട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വണ്ടി അന്നത്തെ ചാരി പോകും. ആ രീതിയിലാണ് ഇന്നത്തെ സാഹചര്യം. ഇതോടൊപ്പം കൂമ്പൻപാറ, ഇരുട്ടുകാനം, ആനച്ചാൽ എന്നിവിടങ്ങളിൽ റോഡിനോട് ചേർന്നുള്ള സിപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള അനധികൃത പാർക്കിങ്ങും ബസ് ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ്. ചോക്ലേറ്റ് ഫാക്ടറി, ഹോട്ടലുകൾ, സ്പൈസസ് ഷോപ്പ് എന്നിവിടങ്ങളിൽ എത്തുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങിന് പാതയോരമാണ് സ്ഥാപന ഉടമകൾ നൽകുന്നത്. ഇത് കുരുക്ക് വർദ്ധിക്കാനിടയാക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും യൂണിറ്റ് പ്രസിഡന്റ് PC രാജൻ, സെക്രട്ടറി CA നവാസ്, ജോയിന്റ് സെക്രട്ടറി മെൽബിൻ ജോസ്, ട്രഷറർ ജോഷി P. ജോൺ എന്നിവർ വ്യക്തമാക്കി.